49ാമത്തെ ശ്ലോകം നോക്കാം. ഹിത്വാഹാലാമഭിമതരസാം രേവതീലോചനാങ്കാം ബന്ധുപ്രീത്യാ സമരവിമുഖോലാംഗലീയാസിഷേവേ കൃത്വാ താസാം അഭിഗമമപാം സൗമ്യ സാരസ്വതീനാമന്തഃശുദ്ധസ്ത്വമപി ഭവിതാ വർണ്ണമാത്രേണ കൃഷ്ണ. അപ്പോൾ ഇവിടെ പദച്ഛേദം ഹിത്വാ ഹാലാം അഭിമതരസാം രേവതീലോചനാങ്കാം ബന്ധുപ്രീത്യ സമരവിമുഖ ലാംഗലീ യാ സിഷേവേ കൃത്വാ താസാം അഭിഗമം അപാം സൗമ്യ സാരസ്വതീനാം അന്തഃശുദ്ധ ത്വം അപി ഭവിതാ വർണ്ണമാത്രേണ കൃഷ്ണ എന്ന് പദച്ഛേദം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ അന്വയം വരിക? എന്താണ് ക്രിയാരൂപം? സിഷേവേ എന്നൊരു ക്രിയാരൂപം ഉണ്ട്. അതുപോലെ ഭവിത എന്ന് മറ്റൊരു ക്രിയാരൂപവും ഉണ്ട്. ഭവിത. അപ്പൊ എങ്ങനെയാണ് ഇവിടെ അന്വയം വരിക എന്നൊന്ന് നോക്കിക്കോളൂ. ബന്ധുപ്രീത്യ സമരവിമുഖ ലാംഗലി അഭിമതരസാം രേവതീലോചനാങ്കാം അഭിമതരസാം രേവതീലോചനാങ്കാം ഹിത്വാ യാ സിഷേവേ താസാം സാരസ്വതീനാം അപാം അഭിഗമം കൃത്വാ വർണ്ണമാത്രേണ കൃഷ്ണ അന്തഃശുദ്ധ ത്വം അപി ഭവിതാ ത്വം അപി ഭവിതാ. അപ്പൊ ഇവിടെ അങ്ങും സരസ്വതീ നദിയെ പ്രാപിക്കൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഹേ സൗമ്യ ത്വം സാരസ്വതീനാം അപാം അഭിഗമം കൃത്വാ അന്തഃശുദ്ധഃ ഭവിതാ അപി വർണ്ണമാത്രേണ കൃഷ്ണഃ ഭവിതാ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ അർത്ഥം വരുന്നത്? അല്ലയോ മേഘമേ, നീ സമരവിമുഖനായ ലാംഗലി, ബന്ധുപ്രീതിയാൽ സമരവിമുഖനായ ലാംഗലി, രേവതീലോചനാങ്കാം അഭിമതരസാം ഹാലാം ഹിത്വാ, രേവതീലോചനം പ്രതിബിംബിച്ചിട്ടുള്ള ഏറ്റവും ആസ്വാദ്യകരമായ ഹാല, ഹാലയെ ഉപേക്ഷിച്ചിട്ട് എന്താണ് ചെയ്തത്? യാതൊന്നിനെയാണോ സേവിച്ചത്? അങ്ങനെയുള്ള സുഭഗയായ സരസ്വതീ നദിയുടെ ജലത്തെ പ്രാപിച്ച് ആത്മാവിൽ നിർമ്മലനായി ഭവിച്ചാലും വർണ്ണമാത്രം കൊണ്ട് കൃഷ്ണനിറത്തിലുള്ളവനായി ഭവിച്ചാലും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ബന്ധുപ്രീതി, കുരുക്ഷേത്രത്തിൽ ചെന്ന് സരസ്വതീ നദിയെ പ്രാപിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. കുരുക്ഷേത്രത്തിലൂടെ ഒഴുകുന്ന സരസ്വതീ നദിയെ പ്രാപിക്കൂ എന്ന് പറയുമ്പോൾ ആ സരസ്വതിയുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് കാളിദാസൻ വർണ്ണിക്കുന്നത്? നിർമ്മലമായ ജലം. ആ നിർമ്മലമായ ജലത്തെ പാനം ചെയ്ത് കഴിയുമ്പോൾ അന്തഃശുദ്ധനായി ഭവിക്കും അങ്ങ്, വർണ്ണമാത്രം കൊണ്ട് കൃഷ്ണനായി ഭവിക്കും എന്നാണ് പറയുന്നത്. ബന്ധുപ്രീതിയാൽ സമരവിമുഖനായ ലാംഗലി, കൗരവരോടും പാണ്ഡവരോടും ഒരുപോലെ പ്രീതിയാർന്ന ബലരാമൻ യുദ്ധത്തിൽ നിന്നും വിമുഖനായി മാറി. എന്നിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ സരസ്വതീ നദിയുടെ തീരത്ത് പോയി തപസ്സനുഷ്ഠിക്കുകയാണത്രേ ഉണ്ടായത്. അങ്ങനെയുള്ള ലാംഗലി എന്തിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്? സ്വന്തം പത്നിയായ രേവതിയുടെ ലോചനങ്ങൾ പ്രതിബിംബിക്കുന്ന ഹാല, മദ്യം,
അതിനെ ഉപേക്ഷിച്ചു. അത് അഭിമതരതയായിരുന്നു. ഏറ്റവും അഭീഷ്ടസ്വാദോടുകൂടിയ ആ അഭീഷ്ടമായ ആസ്വാദ്യകരമായ രേവതിയുടെ ലോചനങ്ങൾ പ്രതിബിംബിക്കുന്ന മദ്യത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് ചെന്ന് അതിനെ സേവിച്ചു. അങ്ങനെയുള്ള ആ സരസ്വതി നദിയെ അല്ലയോ സുഭഗ, അങ്ങ് ചെന്ന് അതിലെ ജലത്തെ പാനം ചെയ്താലും അതുകൊണ്ട് അങ്ങ് അന്തഃശുദ്ധനായി ഭവിക്കും, ഉള്ളാലെ നിർമ്മലനായി ഭവിക്കും. തീർച്ചയായും വർണ്ണമാത്രേണ കൃഷ്ണ, കൃഷ്ണവർണ്ണം പാപത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പോ ആ കൃഷ്ണവർണ്ണം പ്രാപിക്കുമ്പോൾ അങ്ങയിൽ പാപത്തിന്റെ അംശം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടതില്ല. അങ്ങ് അന്തഃശുദ്ധനായിട്ടാണ് ഭവിക്കുന്നത്. ഉള്ളാലെ നിർമ്മലനും പുറത്തേക്ക് മാത്രം കൃഷ്ണവർണ്ണനും ആയി ഭവിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അന്തഃശുദ്ധ ഭവിത വർണ്ണമാത്രേണ കൃഷ്ണ ഭവിത നതു പാപേന ഇത്യാശയഃ. അപ്പൊ ഇവിടെ സരസ്വതി അത്രയും സേവിക്കപ്പെടേണ്ടവളാണ്, അത്രയും ആദരവർഹിക്കുന്നവളാണ് സരസ്വതി. സരസ്വതിയുടെ ജലം എന്ന് പറയുന്നത് ഏറ്റവും നിർമ്മലമായ ജലമാണ്. അത് പാനം ചെയ്തിട്ട് അന്തഃശുദ്ധനായി ഭവിച്ചാലും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അന്വയം ഒന്നും കൂടി ഞാൻ പറയാം. ബന്ധുപ്രീത്യാ സമരവിമുഖ ലാംഗലി അഭിമതരതാം രേവതീലോചനാങ്കാം ഹാലാം ഹിത്വാ യാസിഷേവേ ത്വം അപി താസാം സാരസ്വതീനാം അപാം അഭിഗമം കൃത്വാ അന്തഃശുദ്ധഃ ഭവിത വർണ്ണമാത്രേണ കൃഷ്ണഃ ഭവിത എന്ന് അന്വയം വരും. അപ്പൊ അത് നോട്ടിലേക്ക് എഴുതണം. ലാംഗലി എന്ന വാക്കിന് ലാംഗലം അസ്യ അസ്ഥീതി ലാംഗലി. ലാംഗലി എന്ന് പറഞ്ഞാല് ലാംഗലം ധരിച്ചവൻ, കലപ്പ ഏന്തിയവൻ. അതാണ് ആര്? ഹലധരൻ, ബലരാമൻ. പിന്നെ സുര എന്നത് ഹാല എന്ന വാക്കിന്റെ അർത്ഥമാണെന്ന് അമരകോശം അതിൽ കൊടുത്തിട്ടുണ്ട്. ഹാല സുര ഹലിപ്രിയ ഹാല, ഹലിപ്രിയയായ ഹാലയാണത്രേ, ഹലിപ്രിയയായ സുരയാണത്രേ ഹാല എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. സാരസ്വതീനാം അപാം, സരസ്വത്യാ അപാം, സരസ്വതി നദിയുടെ ജലം, അതാണ് സാരസ്വതീനാം അപാം എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. അഭിഗമം സേവ, അത് സ്വീകരിച്ചിട്ട് അന്തഃ ആത്മനി ശുദ്ധഃ നിർദോഷഃ ഭവിത എന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ.